എഫീസ് ലേഖനം 3-ാമത്തെ അധ്യായം, എഫീഷ്യൻസ് ചാപ്റ്റർ 3, അതിന്റെ 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ, വേഴ്സസ് 14 through 21. എഫീസ് ലേഖനം 3-ാമത്തെ അധ്യായം 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ആ വാക്യങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വായിക്കുന്നു. അതു നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണം എന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിക്കുവാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്നും പ്രാർത്ഥിക്കുന്നു. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുയേശുവിലും എന്നേക്കും തലമുറ തലമുറയായും മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. റോമിലെ പ്രിസണിൽ ഇരുന്നുകൊണ്ട് പോള് എഫസോസിലെ ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന വിഷയമാണ് നമ്മൾ ഈ തിരുവെഴുത്തിൽ വായിച്ച് കേട്ടത്. വളരെ ഡീപ്പായ എന്ന് പറഞ്ഞാൽ വളരെ സമയമെടുത്ത് എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളുടെയും ആഴം ഗ്രഹിക്കത്തക്ക നിലയിൽ ഈ വേദഭാഗത്തിന് അത്ര ഡീപ്പായിട്ടുള്ള മീനിങ് ഉള്ള ഓരോ പദങ്ങളാണ് തൻ്റെ പ്രാർത്ഥനയിൽ പോള് ദൈവത്തോട് ആ ലോക്കൽ സഭയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്നത്. അത് വാസ്തവത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ആഗ്രഹം തന്നെയാണ് എല്ലാ ദൈവസഭകളെ പറ്റിയും കർത്താവിനുള്ളത്. അല്ലെങ്കിൽ ആ നിലയിൽ എല്ലാ ദൈവസഭകളും ആകണമെന്നതാണ് ഒരു 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 ശുശ്രൂഷകന്റെ ആഗ്രഹം എന്നതാണ് നമുക്ക് ഈ പ്രാർത്ഥനയിലൂടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. വളരെ ശ്രദ്ധയോടുകൂടിയും വളരെ പ്രാർത്ഥനയോടുകൂടിയും ദൈവവചനത്തിന് മുമ്പാകെ നിങ്ങൾ ഒന്ന് ആയിരിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. ഞാൻ കഴിയുന്നത്രയും ക്ലിയർ ആയിട്ടും സിമ്പിളായിട്ടും ആ വേദഭാഗങ്ങൾ പറഞ്ഞു തരാം എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇവിടെ പോൾ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ അതിന്റെ ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതിന്റെ 16-ാം വാക്യമാണ് ആദ്യത്തെ പ്രാർത്ഥന റിക്വസ്റ്റ് ആയിട്ട് പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. അവന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം, അങ്ങനെ ഒരു പ്രയോഗം നിങ്ങൾ അവിടെ കണ്ടു കാണും. ദാറ്റ് ഹി വുഡ് ഗ്രാൻഡ് യു അക്കോർഡിംഗ് ടു ദ റിച്ചസ് ഓഫ് ഹിസ് ഗ്ലോറി. തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം, അതായത് പോള് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മറുപടി തന്റെ മഹത്വത്തിന്റെ അല്ലെങ്കിൽ ദ റിച്ചസ് ഓഫ് ഗ്ലോറിക്കകത്ത് ഞങ്ങൾക്ക് ലഭിക്കേണ്ട ഉത്തരങ്ങളുണ്ട് എന്ന നിലയിലാണ് പോൾ പ്രാർത്ഥിക്കുന്നത്. അതായത് നിന്റെ മഹത്വത്തിന്റെ ധനം അല്ലെങ്കിൽ ദ റിച്ചസ് ഓഫ് ഗ്ലോറിക്കകത്ത് ഞാൻ ഇവിടെ റോമിലെ പ്രിസണിൽ ഇരുന്നു കൊണ്ട് എഫസോസിലെ സഭയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങളുടെ ആ മറുപടി ആ റിച്ചസിനകത്തുണ്ട്. തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം ആ മറുപടി ഞങ്ങൾക്ക് നൽകണം എന്നതാണ് ആ പ്രാർത്ഥനയുടെ ആ ഇൻട്രൊഡക്ഷനിൽ പോൾ പറയുന്നത്. ഞാൻ ആ വാക്യത്തിലേക്ക് വരാം. അതിനു മുമ്പ് ആ മഹത്വത്തിന്റെ ധനം എന്ന് പറയുന്ന ആ ഒരു പ്രയോഗത്തെ ഒരല്പം വിശദീകരണം നിങ്ങളുടെ മുന്നിൽ നൽകാനായിട്ട് ഞാൻ ക്രിസ്തുവിൽ ശരണപ്പെടുന്നു. വാസ്തവത്തിൽ നമ്മൾ 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം, ചാപ്റ്റർ 3 വേഴ്സ് 8-നകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു പദമുണ്ട്. സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക് ജാതികളോട് ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെ കുറിച്ച് പ്രസംഗിക്കുവാനും. നിങ്ങൾ പ്രയോഗം കണ്ടോ? പോളിനെ ദൈവം വിളിച്ചേക്കുകയാണ് ജാതികളോട് ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെ കുറിച്ച്, അൺഫാത്തമബിൾ റിച്ചസ് ഓഫ് ക്രൈസ്റ്റ് എന്താണെന്ന് ജാതികളോട് പ്രസംഗിക്കാനായിട്ടാണ് പോളിനെ ദൈവം വിളിച്ചേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിനകത്ത് ഒരു അൺഫാത്തമബിൾ റിച്ചസ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ അപ്രമേയ ധനം എന്താണെന്ന് 3:8 പറഞ്ഞേക്കുകയാണ്. അപ്രമേയ ധനം, ആ അൺഫാത്തമബിൾ റിച്ചസ്. നമ്മൾ ആരംഭത്തിൽ
ഭാഗത്തിൽ വായിച്ച നമ്മുടെ കീ പാസേജിനകത്ത് ഒരു കാര്യം കണ്ടു. ആ അൺഫാത്തമബിൾ റിച്ചസിനകത്ത് വരേണ്ട ഒരു കാര്യമാണ് റിച്ചസ് ഓഫ് ഗ്ലോറി. എന്റെ ഒപ്പം നിങ്ങളുണ്ടോ? ഒരല്പം പ്രയാസമുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു വരാനായിട്ട് ദൈവകൃപയിൽ ആശ്രയിക്കുന്നത്. അൺഫാത്തമബിൾ റിച്ചസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ടോട്ടാലിറ്റിയെ പറയുന്ന ഒരു പ്രയോഗമാണ്. അതിന്റെ ടോട്ടാലിറ്റി, ടോട്ടൽ റിച്ചസിനെ പറ്റി പറയുന്ന ഒരു വാചകമാണ് അൺഫാത്തമബിൾ റിച്ചസ്. അതിൽ നിന്നുള്ള ഒരു കാര്യമാണ് 3:16 പറയുകയാണ് റിച്ചസ് ഓഫ് ഗ്ലോറി. റിച്ചസ് ഓഫ് ഗ്ലോറി. ഇനി നമുക്ക് ഈ പദങ്ങളുടെ വരവ് എവിടെ നിന്നാണെന്ന് നോക്കാം. വാസ്തവത്തിൽ നമ്മൾ ഈ അൺഫാത്തമബിൾ ഞാൻ എൻ്റെ ഫേവറേറ്റ് ട്രാൻസ്ലേഷൻ NASB ആണ്, ഞാൻ അതാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ആ ട്രാൻസ്ലേഷനകത്ത് ദാറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ട്രാൻസ്ലേഷൻ. ആ ട്രാൻസ്ലേഷനകത്ത് അൺഫാത്തമബിൾ റിച്ചസ്, അപ്രമേയ ധനം. സാധാരണ നമ്മുടെ ഒരു മറ്റ് പുസ്തകങ്ങളിലോ നമ്മുടെ ഒരു നോർമൽ കോൺവെർസേഷനിലോ അല്ല ഒരു എലൈറ്റ് കോൺവെർസേഷനിലോ ഒന്നും ഈ അൺഫാത്തമബിൾ റിച്ചസ് അങ്ങനത്തെ പദങ്ങളൊന്നും നമ്മൾ ആരും ഉപയോഗിക്കാറില്ല. ആരും തന്നെ അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്നാൽ തിരുവെഴുത്തിനോടുള്ള ബന്ധത്തിൽ നമ്മുടെ ക്രിസ്തുവിന്റെ ആ റിച്ചസ് പറയാനായിട്ട് വേറെ ഒരു പദവും ഇല്ല. ആ പദം പോൾ ഉപയോഗിക്കുകയാണ്, അൺഫാത്തമബിൾ റിച്ചസ്. അതിന്റെ പ്രസംഗിയായിട്ട് പോളിനെ ദൈവം ജാതികളോട് അറിയിക്കാൻ അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്. ജാതികളോടെന്നുള്ളതിനകത്ത് ഒരു വിശദീകരണമാണ്, അത് ഞാൻ എപ്പോഴെങ്കിലും 3-ാം അധ്യായത്തിന്റെ 1 മുതൽ പ്രസംഗിക്കുമ്പോൾ പറയാം. ആ ജാതികളോട് പ്രസംഗിക്കാനായിട്ടുള്ള വിളി പോളിന്റെ മേ കിടക്കുകയാണ്. നോക്കൂ, അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ അൺഫാത്തമബിൾ? ആ പദത്തിന്റെ ഒറിജിൻ എവിടാണ്? തിരുവെഴുത്തിൽ പോളാണോ ആ പദം അങ്ങനെ ഉപയോഗിച്ചേക്കുന്നത്? എന്നാൽ അങ്ങനല്ല. നമ്മൾ ഈ പദം വാസ്തവത്തിൽ പോള് എടുക്കുന്നത്, അങ്ങനെ പറഞ്ഞാൽ കുഴപ്പമില്ലായിരിക്കും, പോൾ ഇത് കോട്ട് ചെയ്യുന്ന ഈ വാക്ക് ഈ ബുക്ക് ഓഫ് ജോബിനകത്തു നിന്നാണ്. ബുക്ക് ഓഫ് ജോബ് ചാപ്റ്റർ 5:8 ചാപ്റ്റർ 9:5 റിപ്പീറ്റ് ചെയ്യുന്ന ഒരു വാക്യമുണ്ട്. 5:8 9:5 യോബിന്റെ പുസ്തകത്തെ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു പദമുണ്ട്. ആ വാക്യം ഇങ്ങനെയാണ്: അവൻ ആരാഞ്ഞുകൂടാത്ത വൻകാര്യങ്ങളെയും എണ്ണമില്ലാത്ത അത്ഭുതങ്ങളെയും ചെയ്യുന്നു. ആരാഞ്ഞുകൂടാത്ത വൻകാര്യങ്ങൾ. 9:5 വായിക്കുന്നത് ഇത് അൺഫാത്തമബിൾ റിച്ചസ്, ആരാഞ്ഞുകൂടാത്ത വൻകാര്യങ്ങൾ. അത് ന്യൂ ടെസ്റ്റ്മെന്റിലെ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പം നമുക്ക് ലഭിച്ചത് ദ റിച്ചസ് ഓഫ് ക്രൈസ്റ്റ് എന്നും, അല്ലെങ്കിൽ മലയാളത്തിലാണെങ്കിൽ അപ്രമേയ ധനം എന്നും. നോക്കിയേ, ആരാഞ്ഞുകൂടാത്ത വൻകാര്യങ്ങൾ. ഇയ്യോബാണ് ഈ പദം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. അതും ദൈവത്തിന്റെ ആ വലിയ പ്രവൃത്തിയെ കുറിച്ച് പറയാൻ ഇയ്യോബ് ഉപയോഗിക്കുകയാണ്. 9:5 5:8 ഈ പദം ഉപയോഗിക്കുകയാണ്. ഹൂ ഡസ് ഗ്രേറ്റ് തിങ്സ് അൺഫാത്തമബിൾ ആൻഡ് വണ്ടറസ് വർക്ക് വിത്തൗട്ട് നമ്പർ എന്നാണ് നമ്മൾ ആ വാക്യത്തിൽ വായിക്കുന്നത്. ഇനിയും ഇതിന്റെ ഒരു ന്യൂ ടെസ്റ്റ്മെന്റ് വേർഷൻ ഇവിടെ എഫീഷ്യൻസ് 3:10 3:8 പറയുന്നതിന് മുമ്പ് ഒരുപക്ഷെ ഞാൻ പലപ്പോഴും പ്രസംഗിക്കുകയും ചെയ്യുന്ന ഒരു പദം ചില ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. റോമലേഖനം 11-ാം അധ്യായത്തിന്റെ ലാസ്റ്റ് പാരഗ്രാഫിനകത്ത് ആ ഡോക്സോളജി അല്ലെങ്കിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന കാര്യം പറഞ്ഞു വരുമ്പോൾ പോൾ പറയുന്നൊരു കാര്യമുണ്ട്: ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, അവന്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവന്റെ വഴികൾ എത്ര അഗോചരവുമാകുന്ന വഴികൾ എത്ര അഗോചരവുമാകുന്നു എന്നിടത്ത് അൺഫാത്തമബിൾ ഹിസ് വേസ് എന്നാണ് നമ്മൾ വായിക്കുന്നത്. നോക്കൂ, ഇയ്യോബിൽ നിന്ന് ഇയ്യോബ് പറഞ്ഞത് ദൈവത്തിന്റെ റിച്ചസിനെ കാണിക്കാനായിട്ട് തന്റെ പുസ്തകത്തിനകത്ത് എഴുതി. ആ ദൈവത്തിന്റെ ധനം അല്ലെങ്കിൽ എൻ്റെ സാൽവേഷൻ എന്താണെന്ന് പോളിങ്ങനെ പറഞ്ഞ് ആ ഒരു നമുക്ക് മനസ്സിലാവുന്ന പറഞ്ഞാൽ ആ മൗണ്ട് എവറസ്റ്റിന്റെ മുകളിലേക്ക് കയറി താഴോട്ട് നോക്കുകയാണ്. റോമൻസ് 1:1 മുതൽ എങ്ങനെയാണ് 11 അവസാനം വരെ എത്തിയത്. അങ്ങനെ അവിടെ നോക്കിക്കഴിഞ്ഞപ്പോൾ പോളിനൊന്നും പറയാനായിട്ടില്ല. അവന്റെ വഴികൾ എത്ര അഗോചരം, അൺഫാത്തമബിൾ ഹിസ് വേസ് എന്ന് പോള് അവിടെ പറയുകയാണ്. വേറെ വാക്കുകൾ ഉപയോഗിക്കാനായിട്ടില്ല എന്നതാണ് സത്യം. ഇനി നമുക്ക് ഞാനതിന്റെ ഇൻട്രൊഡക്ഷൻ ചിലപ്പം പ്രാർത്ഥനയുടെ കാര്യം ഒന്ന് പറയാൻ പറ്റുകയില്ല, എനിക്ക് അറിയാൻ പാടില്ല, എന്നാലും കുഴപ്പമില്ലല്ലോ. നോക്കൂ, അൺഫാത്തമബിൾ പറഞ്ഞു വരികയാണ്. ഇനി റോമലേഖനം റോമൻസ് 10:12 10:12 മറ്റൊരു നിലയിൽ ആ വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്: തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ സമ്പന്നനാകുന്നു നമ്മുടെ ദൈവം. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും നൽകുവാൻ. നോക്കിയാൽ ദാറ്റ് അൺഫാത്തമബിൾ റിച്ചസ്, തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും
നൽകുവാൻ സമ്പന്നനാകുന്നു എന്നാണ് റോമാലേഖനം 10:12 വായിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ അൺഫാത്തമബിൾ, അപ്രമേയ ധനം, ആ പദത്തിന്റെ മീനിങ് അല്ലെങ്കിൽ അത് എന്താണ്, അതുകൊണ്ട് വാട്ട് ഇറ്റ് മീൻസ്, അവിടെ നമുക്കറിയാം ആ പദത്തെ വ്യാഖ്യാനിക്കുക എന്നുള്ളത് പ്രയാസമാണ്. അതിനെ ഇറ്റ് ക്യാൻ ബി എക്സ്പ്ലോർഡ്, അല്ലെ, അത് നമുക്ക് മനസ്സിലാകാനായിട്ട് പ്രയാസമുള്ള കാര്യമാണ്. ഇറ്റ് ക്യാൻ ബി കോംപ്രിഹെൻഡ്, ഇറ്റ് ക്യാൻ ബി ട്രേസ്ഡ്, ഇറ്റ് ക്യാൻ ബി ട്രാക്ട്, ഇറ്റ് ക്യാൻ ബി ഡിസ്കവേർഡ്. അത്രയ്ക്ക് ആഴമാണ് ആ പദം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നോക്കൂ, അങ്ങനെങ്കിൽ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നൽകുവാൻ സമ്പന്നനാണ്, അവന്റെ വഴികൾ എത്ര അഗോചരമാണ്, അവിടുന്ന് അൺഫാത്തമബിൾ ആണ്. ആ റിച്ചസിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട നിലയിൽ പറഞ്ഞേക്കുന്ന എഫീഷ്യൻസ് ചാപ്റ്റർ 1:3 നമ്മൾ വായിക്കുന്നില്ലേ, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും. അങ്ങനെയെങ്കിൽ ആ അൺഫാത്തമബിൾ റിച്ചസിനകത്ത് നിന്ന് ദൈവം തന്റെ സഭയ്ക്ക് നൽകിയേക്കുന്ന അനുഗ്രഹങ്ങളാണ് 1-ാം അധ്യായത്തിന്റെ 3 മുതൽ അനുഗ്രഹങ്ങളെ ഞാൻ ഇങ്ങനെ പറയാം. ഡിവൈൻ ഇലക്ഷൻ, സോവറിൻ ലവ്, പ്രീഡെസ്റ്റിനേഷൻ, അതുപോലെ തന്നെ അഡോപ്ഷൻ, റിഡംഷൻ, ഫൊർഗീവ്നെസ്, ഇതെല്ലാം നമ്മുടെ മേൽ ധാരാളമായിട്ട് കാണിച്ചു, അല്ലെ, ലാവിഷായിട്ട് നൽകി എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. ദൈവത്തിന്റെ ആ തിരഞ്ഞെടുപ്പ്, തന്റെ ആ മുന്നറിവ്, തന്റെ ആ മുൻനിർണയം, നമ്മുടെ വീണ്ടെടുപ്പ്, നമ്മളോടുള്ള ദൈവത്തിന്റെ സ്നേഹം, നമ്മെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നത്. നോക്കൂ, 1-ാം അധ്യായത്തിനകത്ത് റിച്ചസിൽ നിന്ന് തന്റെ സഭയ്ക്ക് നൽകിയേക്കുന്ന കാര്യങ്ങളെ ഓരോന്നായിട്ട് പോൾ പറഞ്ഞു വരികയാണ്. ആ അപ്രമേയ ധനത്തിൽ നിന്ന് നമുക്ക് ധാരാളമായി നൽകിയ കാര്യമാണ് 1-ാം അധ്യായം മുഴുവൻ എഴുതി വെച്ചേക്കുന്നത്. ഈ അപ്രമേയ ധനം എന്ന് പറയുമ്പോഴേ ഓർത്തോണം, ഇതൊന്നും ഇന്ന് നമ്മൾ കേൾക്കുന്ന പോലെ ഈ എർത്തിലി പാസീവ് പ്ലഷേഴ്സിന്റെ കാര്യം പറയുന്നതല്ല. ഇതെല്ലാം ഇറ്റേണൽ ആണ്. ഒരു കാര്യം പോലും നിലനിൽക്കാത്ത കാര്യങ്ങളെ പറയാനായിട്ട് ക്രിസ്തുവിന്റെ ധനമെന്ന് നമ്മൾ വായിക്കുന്നില്ല. എല്ലാം ഇറ്റേണലാണ്, നിത്യതയുമായിട്ട് ബന്ധപ്പെട്ടതാണ്, സ്പിരിച്വൽ ആണ്, ആത്മീയമാണ്. അത് ആരും മിസ്അണ്ടർസ്റ്റുഡ് ചെയ്യരുത്. നോക്കൂ, ആ 1-ാം അധ്യായം എഫീഷ്യൻസ് 1 തീരുന്നത് സകലത്തെയും നിറയ്ക്കുന്നവന്റെ നിറവായ സഭയ്ക്ക് ക്രിസ്തുവിനെ നൽകുകയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ അൺഫാത്തമബിൾ റിച്ചസിന്റെ കാര്യമാണ് 1-ാം അധ്യായം പറഞ്ഞു തീരുന്നത്. ഇനിയും 2-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിനകത്ത് ആ ധനത്തിന്റെ ഒരു എക്സ്പ്ലനേഷൻ കാണാം. ചാപ്റ്റർ 2:6 3:10 ആ ധനത്തിന്റെ എക്സ്പ്ലനേഷൻ കാണാം. അങ്ങനെയെങ്കിൽ ഞാൻ അതിനെ അല്പം കൂടെ ഒന്ന് നാരോ ഡൗൺ ചെയ്താൽ നിങ്ങൾക്ക് ആ കാര്യം കൂടുതൽ മനസ്സിലാക്കാനായിട്ട് കഴിയും. ആ റിച്ചസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് വേദപുസ്തകത്തിൽ ആ റിച്ചസിനെ നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് വിളിച്ചേക്കുന്നത് എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒന്ന് കൊണ്ടുവരാം. നോക്കൂ, നമുക്കറിയാവുന്ന കാര്യമാണ്. ചാപ്റ്റർ 1:7 നോക്കിയേ. ചാപ്റ്റർ 1:7 ഒരുപക്ഷെ ഇംഗ്ലീഷിൽ വേഴ്സ് 6 അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വ്യത്യാസം ഉണ്ടായിരിക്കാം, നിങ്ങൾ നോക്കിയാൽ മതി. ചാപ്റ്റർ 1:7 നാം ഇങ്ങനെ വായിക്കുന്നത്, മലയാളത്തിൽ 6-ാമത്തെ വാക്യമാണ്. തൻ്റെ നമ്മെ ദത്തെടുക്കേണ്ടതിന് എന്ന് പറഞ്ഞ് താഴോട്ട് വന്നിട്ട് 8-ാം വാക്യത്തിൽ പറയുകയാണ്, അത് അവൻ നമുക്ക് ധാരാളമായി കാണിച്ച കൃപാധനപ്രകാരം. ഇത് റിച്ചസ് ഓഫ് ഗ്രേസ്. നിങ്ങളൊരു പദം കണ്ടോ, ദൈവ കൃപയുടെ ധനം, കൃപാധനപ്രകാരം. നോക്കൂ, അങ്ങനെങ്കിൽ അൺഫാത്തമബിൾ റിച്ചസിനകത്തെ ഒരു കാര്യം പേര് പോയിന്റ് ചെയ്ത് വിളിച്ചേക്കാണ്. ആ അൺഫാത്തമബിൾ റിച്ചസിനകത്ത് ഒരു കാര്യം തന്റെ റിച്ചസ് ഓഫ് ഗ്രേസ് ആണ്. റിച്ചസ് ഓഫ് ഗ്രേസ്. നിങ്ങൾ ആ വേദഭാഗം വായിക്കുമ്പോഴേ അറിയാം, തന്റെ കൃപാധനപ്രകാരം നമ്മളെ വീണ്ടെടുത്തു എന്നതാണ് ആ വാക്യത്തിന്റെ അർത്ഥം. അങ്ങനെങ്കിൽ ആ കൃപാധനപ്രകാരമാണ് നമ്മുടെ ജസ്റ്റിഫിക്കേഷൻ നടന്നത്. നോക്കൂ, അൺഫാത്തമബിൾ റിച്ചസിനകത്തുനിന്ന് ദൈവ കൃപയുടെ മഹത്വത്താൽ, ധനത്താൽ നമ്മുടെ വീണ്ടെടുപ്പ് അവിടുന്ന് സാധിച്ചു. അവിടെ കൊണ്ടും തീരുന്നില്ല. ചാപ്റ്റർ 1:18 വന്നേ. ചാപ്റ്റർ 1:18 നമ്മൾ വായിക്കുന്നത് ദ റിച്ചസ് ഓഫ് ദ ഗ്ലോറി ഓഫ് ഹിസ് ഇൻഹെറിറ്റൻസ് ഇൻ ദ സെയിൻസ് എന്നാണ് 1:18 വായിക്കുന്നത്. അവന്റെ അവകാശത്തിന്റെ മഹിമാ ധനം, റിച്ചസ് ഓഫ് ഗ്ലോറി എന്നൊരു പദം അവിടെ കണ്ടോ. റിച്ചസ് ഓഫ് ഗ്ലോറി, 1 റിച്ചസ് ഓഫ് ഗ്രേസ് ആയിരുന്നു, 2 റിച്ചസ് ഓഫ് ഗ്ലോറിയാണ്. അവിടെ ആ റിച്ചസ് ഓഫ് ഗ്ലോറി എന്നത് വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം എന്നുള്ളത് വാസ്തവത്തിൽ അത് ഈ നമുക്ക് ലഭിക്കാൻ പോകുന്ന കാര്യമാണെങ്കിലും ഇന്ന് അതിന്റെ ഒരു ചെറിയ അളവ് ദൈവം നമ്മുടെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു എന്നാണല്ലോ നമുക്ക് വേദഭാഗം വായിക്കുമ്പോൾ മനസ്സിലാവുന്നത്. അങ്ങനെയെങ്കിൽ ആ റിച്ചസ് ഓഫ് ഗ്ലോറി എന്നത് നമ്മുടെ സാന്റിഫിക്കേഷനോട് ബന്ധപ്പെട്ടാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. സാന്റിഫിക്കേഷൻ അത് ഗ്ലോറിഫിക്കേഷനുമായിട്ടുണ്ട്, എന്നാൽ ഇവിടെ പ്രധാനമായിട്ടും നമ്മുടെ സാന്റിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് പറഞ്ഞേക്കുന്നത്. നോക്കൂ, എന്റെ ഒപ്പം ഉണ്ടല്ലോ, 1 ആ മഹിമാധനം
ധനത്തിൽ, ക്രിസ്തുവിന്റെ അത്യന്ത ധനത്തിൽ റിച്ചസ് ഓഫ് ഗ്ലോറി ഉണ്ട്. നമ്മൾ ആദ്യം വായിച്ച റിച്ചസ് ഓഫ് ഗ്രേസ് ഉണ്ട്. അത് നമ്മുടെ ജസ്റ്റിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. 1:18 റിച്ചസ് ഓഫ് ഗ്ലോറി പറഞ്ഞേക്കുന്നു, അത് നമ്മുടെ സാന്റിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇനി നമ്മൾ 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിനകത്ത് വീണ്ടും തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന് വാക്യം കണ്ടോ, തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന്. നോക്കൂ, അങ്ങനെയെങ്കിൽ ഇവിടെ റിച്ചസ് ഓഫ് ഗ്രേസ്, തന്റെ കൃപയുടെ അത്യന്ത ധനം, റിച്ചസ് ഓഫ് ഗ്രേസ് പറഞ്ഞേക്കുകയാണ്, അത് വരുംകാലങ്ങളിൽ നമ്മുടെ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന മഹുദ്ധീകരണത്തിലും ആ കൃപയ്ക്ക് പങ്കുണ്ട് എന്നാണ് പോൾ ഇവിടെ പറഞ്ഞു വരുന്നത്. അതുകൊണ്ടാണ് പീറ്റർ ഇതിനെപ്പറ്റി പറയുന്ന മറ്റൊരു വാക്യമുണ്ട്, നമ്മൾ വരുവാനുള്ള കൃപയ്ക്കായി കാത്തിരിക്കുന്നു. അതായത് കർത്താവിന്റെ വരവിനെ പറ്റി പറയുക, വരുവാനുള്ള കൃപയ്ക്കായിട്ട് എന്ത് ചെയ്യുക, കാത്തിരിക്കുന്നു എന്നാണ് പീറ്റർ അവിടെ പറഞ്ഞേക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മളിപ്പം റിച്ചസ് ഓഫ് ഗ്രേസ് കണ്ടു, റിച്ചസ് ഓഫ് ഗ്ലോറി കണ്ടു, അവിടെ കൊണ്ടും തീരുന്നില്ല. നിങ്ങൾ 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കിയേ, ബട്ട് ഗോഡ് ബീയിങ് റിച്ച് ഇൻ മേഴ്സി. അങ്ങനെയെങ്കിൽ അതിനകത്തെ പദങ്ങൾ നോക്കിയേ, അവിടുന്ന് കൃപയിൽ സമ്പന്നനാണ്, അവിടുന്ന് മഹത്വത്തിൽ സമ്പന്നനാണ്, അവിടുന്ന് കരുണയിൽ സമ്പന്നനാണ്. റിച്ചസ് ഓഫ് ഗ്രേസ് ആൻഡ് റിച്ചസ് ഓഫ് മേഴ്സി ആൻഡ് റിച്ചസ് ഓഫ് ഗ്ലോറി. നോക്കൂ, ഇതിനെ എല്ലാം കൂടെ ചേർത്താണ് നമ്മൾ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വീണ്ടും പോൾ 3:16 പ്രാർത്ഥിച്ചു തുടങ്ങുന്ന വാക്യം ഇങ്ങനെയാണ്. 3:16 ആ പ്രാർത്ഥന വാചകം കണ്ടോ, അവന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം എന്ന് പറഞ്ഞാൽ എഗെയിൻ റിച്ചസ് ഓഫ് ഗ്ലോറി. ഞാൻ പറഞ്ഞ പദങ്ങളെ കിട്ടിയോ? റിച്ചസ് ഓഫ് ഗ്ലോറി, റിച്ചസ് ഓഫ് മേഴ്സി, റിച്ചസ് ഓഫ് ഗ്രേസ്. ഇതിങ്ങനെ ഇന്റർചേഞ്ചബിൾ ആയിട്ട് ഉപയോഗിക്കുകയാണ്. അങ്ങനെങ്കിൽ ഈ 3 പദത്തെ ചേർത്തുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയാം, തന്റെ കൃപയുടെ ധനത്താൽ നമ്മളെ നീതീകരിച്ചു, തന്റെ മഹത്വത്തിന്റെ ധനത്താൽ നമ്മളെ വിശുദ്ധീകരിക്കുന്നു, തന്റെ കരുണപ്രകാരം നമ്മളെ സ്വർഗത്തിൽ ഇരുത്താനായിട്ട് എല്ലാ കാര്യങ്ങളും അവിടുന്ന് പിതാവ് ചെയ്തു കൊണ്ടിരിക്കുന്നു. ഇതിനെ എല്ലാം കൂടെ ചേർത്താണ് പോൾ പറയുന്നത്, ജാതികളോട് അവന്റെ മഹത്വത്തിന്റെ ധനത്തെ പറ്റി, അപ്രമേയ ധനത്തെ പറ്റി അറിയിക്കാൻ ഞാൻ പ്രസംഗകനായെന്ന് പറഞ്ഞാൽ നമ്മുടെ നീതീകരണത്തെ പറ്റിയും നമ്മുടെ വിശുദ്ധീകരണത്തെ പറ്റിയും നമ്മുടെ മഹത്വീകരണത്തെ പറ്റിയും പറയാനായിട്ടുള്ള എല്ലാ റിസോഴ്സും ജാതികൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ക്രിസ്തുവിന്റെ അത്യന്ത ധനത്തിനകത്തുണ്ട്. അതിനകത്ത് കൃപയുണ്ട്, അതിനകത്ത് കരുണയുണ്ട്, അതിനകത്ത് ഗ്ലോറിയുണ്ട്. അതെല്ലാം ധാരാളമായി വിശ്വസിക്കുന്നവരുടെ മേൽ നൽകാനായിട്ട് പിതാവിന് പ്രസാദം തോന്നി പോളിനെ ശുശ്രൂഷയ്ക്ക് വിളിച്ചിട്ട് പോളിനോട് പറയുകയാണ്, ജാതികളോട് ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെ പറ്റി അറിയിപ്പാൻ ഞാൻ പ്രസംഗകനായി തീർന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എത്ര ഡീപ്പാണ് ആ വാക്യങ്ങൾ. അത് ഈ ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് എനിക്ക് അതങ്ങോട്ട് എക്സ്പ്രസ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. വളരെ അതിനകത്ത് ആഴമായിട്ട് കിടക്കുകയാണ്, വളരെ കിടക്കുകയാണ്. ഇതിനെ സമ്മറൈസ് ചെയ്ത് റോമൻസ് 9:23 പോൾ പറയുന്ന മറ്റൊരു വാക്യമുണ്ട്, യഹൂദനിൽ നിന്നും, റോമൻസ് 9:23, യഹൂദനിൽ നിന്നും ജാതികളിൽ നിന്നും വിളിച്ച് തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മിൽ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുവാനും ഇച്ഛിച്ചിട്ട്. അങ്ങനെ വായിക്കുന്നേ, ജാതികളായ നമ്മെ യഹൂദന്മാരിൽ നിന്നും പുറം ജാതികളിൽ നിന്നും നമ്മെ തേജസ്സിനായി മുന്നൊരുക്കിയിട്ട് കരുണാപാത്രങ്ങളെ, നമ്മൾ കോപപാത്രങ്ങളായിരുന്നു, കരുണാപാത്രമാക്കിയതാ കേട്ടോ, കരുണാപാത്രങ്ങളായ നമ്മെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുവാനായിട്ട് വിളിച്ചു എന്നാണ് റോമാലേഖനം 9:23 വായിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ മറ്റൊരു ആംഗിള് കൊലോസി ലേഖനം 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം, അത് നമ്മുടെ കർത്താവിനെ പറ്റി പറയുന്നതാണ്. കൊലോസ്യൻസ് 2:2 നമുക്കറിയാം, അവൻ ക്രിസ്തു എന്ന ദൈവ മർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും. വാക്യം കണ്ടോ, വിവേകപൂർണതയുടെ സമ്പത്തും. അങ്ങനെയെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ദ റിച്ചസ് ഓഫ് ട്രൂത്ത് ഇൻ ക്രൈസ്റ്റ്. എല്ലാം ക്രിസ്തുവിലുണ്ട് എന്നാണ് വായിക്കുന്നത്. അതുകൊണ്ടാണ് കൊലോസ്യ ലേഖനം 3:15 പോൾ അവരോട് പറയുന്നുണ്ട്, ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി നിങ്ങളിൽ വസിക്കണം, ക്രൈസ്റ്റ് ഡ്വെൽ റിച്ച്ലി ഇൻ യു എന്ന് പറയാൻ കാര്യം എന്താ? ഈ റിച്ചസ് ലഭ്യമാകാൻ വേറെ ഒരു വഴിയില്ല, ക്രിസ്തുവിലൂടെ അല്ലാതെ ഈ ധനം നമുക്ക് ലഭ്യമല്ല. നോക്കിയേ, ആ യാത്ര, 1-ാം അധ്യായം മുതലുള്ള യാത്ര, എനിക്കറിയാം, ഞാനൊരു റാൻഡമായിട്ടൊക്കെയാ പറഞ്ഞത്. നമ്മൾ ആ വാക്യങ്ങളെ ഒന്ന് കൊണ്ടുവന്ന് നമുക്ക് 3-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരണമല്ലോ. നോക്കൂ, ആ റിച്ചസ് എല്ലാം പോള് പറഞ്ഞിട്ട് പറയുകയാണ്, ആ വിവേകപൂർണതയുടെ സമ്പത്ത്, സകല സത്യത്തിന്റെയും ധനം ക്രിസ്തുവിലാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പറയുക, ആ ക്രിസ്തുവിന്റെ വചനം സർവൈശ്വര്യമായി നമ്മിൽ വസിക്കണം.
അങ്ങനെ ഒരുപക്ഷെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം നമ്മുടെ മോസസിനെ പറ്റി എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ മറ്റൊരു ആംഗിളിൽ പറയുന്നൊരു കാര്യമുണ്ട്. ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്നെണ്ണി എന്നൊരു വാക്യമുണ്ട് അല്ലെ. അത് ഒരുപക്ഷെ ഈ റിച്ചസ് എല്ലാം ക്രിസ്തുവിൽ ഉള്ളത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന നിലയിൽ ലഭിക്കുന്ന റിച്ചസിനേക്കാളും പോൾ പറയുക ക്രിസ്തുവിന്റെ കൃപയും കരുണയും ധനവും സത്യത്തിന്റെ സമ്പത്തും അൺഫാത്തമബിൾ റിച്ചസും ഒക്കെ ഓർത്തപ്പം ആ സമ്പത്ത് ഞാൻ വേണ്ടെന്ന് വെച്ച് ക്രിസ്തുവിന്റെ നിന്ന വലിയ സമ്പത്തെന്നെണ്ണി. അൺഫാത്തമബിൾ റിച്ചസ്. നോക്കൂ, ഇനിയും 3-ാം അധ്യായത്തിന്റെ എഫീഷ്യൻസ് 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം നോക്കിയേ. ഇനി ആ വാക്യത്തോട് ഒരടുപ്പമായോ നോക്കിയേ. സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക് ജാതികളോട് ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെ കുറിച്ച് പ്രസംഗിക്കുവാനും. ഇപ്പൊ മനസ്സിലായോ? അപ്രമേയ ധനത്തെ കുറിച്ച് ജാതികളോട് പ്രസംഗിച്ചാൽ. ഇതുകൊണ്ടാണ് പറയുന്നത് പ്രസംഗിക്കുമ്പോൾ കർത്താവിനെ പറ്റി പറയണം എന്ന് പറയാനുള്ള കാരണം ഇതാണ്. കാരണം ഇതിനകത്തെ വല്ല ഉള്ളൂ. ഇത് മാത്രമേ നമുക്ക് പറയാൻ അനുവാദമുള്ളൂ. ഇത് മാത്രമേ പറയാൻ. നോക്കൂ ഉദാഹരണമൊക്കെ വരുന്നുണ്ട്. വേണ്ടല്ലോ അല്ലെ, ചിലപ്പോൾ ഇച്ചിരി കഠിനമായി പോയ എന്നാ ചെയ്യും, അതുകൊണ്ട് വേണ്ട. ഞാനത് എന്നെ തന്നെ അങ്ങ് സ്റ്റോപ്പ് ചെയ്തിട്ട് നോക്കാം. ആ അപ്രമേയ ധനത്തെ പറ്റി പറഞ്ഞു വന്നിട്ട് 12-ാമത്തെ വാക്യം നോക്കി. അവനിൽ ആശ്രയിച്ചിട്ട് അവനിലുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനവും ഉണ്ട്. എങ്ങോട്ട്? ഈ അപ്രമേയ ധനത്തിലേക്ക് എന്ന് പറഞ്ഞാൽ പിതാവെ നൽകണമേ എന്ന് പറയാനായിട്ടുള്ള ധൈര്യവും പ്രവേശനവും രക്ഷയിൽ കിട്ടി. ആ കൃപാധനത്തിലൂടെ നമ്മളെ വീണ്ടെടുത്ത് കഴിയുമ്പോൾ കൃപാമഹത്വത്തിനായിട്ടും തന്റെ റിച്ചസ് ഓഫ് മേഴ്സിക്കായിട്ടും ആ റിച്ചസ് ഓഫ് ട്രൂത്തിനായിട്ടും വി ഹാവ് ഓൾ ആക്സസ് ടു ദ ലോർഡ്. അതാണ് 3-10. ഇവിടെ ഇരിക്കുന്ന ദൈവവചനം കേൾക്കുന്ന വീണ്ടും ജനിച്ച കർത്താവിൽ വിശ്വസിച്ച സകല ആളുകൾക്കും ആ ധൈര്യവും പ്രവേശനവും ഉണ്ട്. എന്തിനു വേണ്ടി? ഈ റിച്ചസ് അവൈലബിൾ ആണ് എന്ന് പോള് ദൈവാത്മാവിനാൽ ഇൻസ്പയർഡ് ആയിട്ട് എഴുതി നമുക്ക് നൽകുകയാണ്. നോക്കൂ, അങ്ങനെ വന്നിട്ടാണ് ആ റിച്ചസ് എല്ലാം മനസ്സിലാക്കി. എന്ന് പറഞ്ഞാൽ ഒരു പരിധിവരെയൊക്കെ മനസ്സിലാക്കി, കുറച്ചൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പം പോളിന് മനസ്സിലായി ദൈവസഭയ്ക്ക് റിച്ചസ് രക്ഷയിൽ മാത്രമല്ല വിശുദ്ധീകരണത്തിലും സാന്റിഫിക്കേഷനിലും ഈ റിച്ചസ് ഇല്ലാതെ മുന്നോട്ട് പോകാനായിട്ട് കഴിയുകയില്ല എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയത് കൊണ്ട് പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് 14-ാമത്തെ വാക്യം. ഇൻട്രൊഡക്ഷൻ ലോങ് ആയി പോയെന്ന് എനിക്കറിയാം, എങ്കിലും അത്രയും പറഞ്ഞില്ല നമുക്കത് ഫോളോ ചെയ്യാൻ പ്രയാസമായിരിക്കും. ഞാൻ അത്രയും പറയാൻ കാര്യം എന്താണെന്നറിയാമോ? ഓപ്പൺലി പറഞ്ഞാൽ ഞാൻ ഒത്തിരി വർഷം ആലോചിച്ചിട്ടുണ്ട് എന്താ ഈ അൺഫാത്തമബിൾ റിച്ചസ്. എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. ഞാനിങ്ങനെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എനിക്ക് കിട്ടിയ ആ ചെറിയ കൃപയെ ഞാൻ വായിച്ചൊക്കെ നോക്കി. പക്ഷെ അത് മനസ്സിലായി കഴിഞ്ഞപ്പം എനിക്ക് ആ സന്തോഷം കൊണ്ട് ഇത് ആരോടെങ്കിലും ഒക്കെ പറയണം എന്നുള്ള ആഗ്രഹമായി. ഞാൻ ഒത്തിരി പേരോട് പറയുകയും ചെയ്തിട്ടുണ്ട്. ആ അൺഫാത്തം ഒത്തിരി ആനന്ദിച്ചൊരു പദമാണ്. ഞാൻ എൻ്റെ ഒരു അറിവിൽ എഫീസ് ലേഖനത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരു പദം ഉണ്ടെങ്കിൽ ഈ അൺഫാത്തമബിൾ റിച്ചസ് ആണ്. അല്പം കൂടെ പറഞ്ഞ് എൻ്റെ ബൈബിളിൽ ഞാൻ ഇത്രയും ആനന്ദിക്കുന്ന മറ്റൊരു സബ്ജക്റ്റ് ഇല്ല, എൻ്റെ ബൈബിളിൽ. പക്ഷെ ഒരു സങ്കടം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പറയുമ്പം ആളുകൾക്ക് ഒരു അവരുടെ ഉള്ളിൽ അതിനോടൊരു സന്തോഷം കാണുന്നില്ല. കാര്യം എന്താണെന്നറിയാമോ? നമ്മൾ ദൈവവചനത്തിൽ ബഹുഭൂരിപക്ഷം ആളുകൾ റൂട്ടഡ് അല്ല എന്നതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ആകാനായിട്ട് പാടില്ല. ഒന്ന് ആലോചിച്ച് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അൺഫാത്തമബിൾ റിച്ചസ്, എൻ്റെ അപ്രമേയ ധനം എന്താണെന്ന് തിരുവെഴുത്തിൽ എഴുതിയേക്കുന്ന ഗ്രഹിക്കാനും അങ്ങനെ വീണ്ടെടുത്ത് എനിക്ക് ആ ധനത്തിലേക്കുള്ള ആക്സസും ധൈര്യവും നൽകിയെന്നും പറയുന്നതിനേക്കാൾ ഒരാത്മീയനെ സന്തോഷിക്കാനും ദൈവത്തിന് മഹത്വം കൊടുക്കാനും വേറെ എന്തെങ്കിലും ഉണ്ട്? ഒരു കാര്യമില്ല. ഇതാണ് അൺഫാത്തമബിൾ റിച്ചസ്. ഇതങ്ങോട്ട് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവള് പ്രാർത്ഥിക്കുകയാണ്. എഫെസോസുകാർക്കും ഇത് മനസ്സിലാക്കണം, അവർക്ക് ഇത് ലഭിക്കുകയും വേണം. രക്ഷിക്കപ്പെട്ടവരോടാ പറയുന്നത് കേട്ടോ, വീണ്ടും ജനിച്ചവരോടാ പറയുന്നത്. ഇനിയും 14-ാമത്തെ വാക്യത്തിലേക്ക് വന്നേ. 14-ാമത്തെ വാക്യം ഈ അൺഫാത്തമബിൾ റിച്ചസിന്റെ ആ ഫുൾ മെഷർ നമുക്ക് നിത്യതയിലെ അറിയാനായിട്ട് കഴിയത്തുള്ളൂ. ആ ഫുൾ മെഷർ, അല്ലെങ്കിൽ കടലിലെ വെള്ളം നമുക്ക് എന്താ പറയാ കോരിപ്പറ്റിക്കാനോ അല്ലെങ്കിൽ ചൂലുകൊണ്ട് തൂത്ത് അകത്തേക്ക് മാറ്റാനോ ഒന്നും കഴിയത്തില്ലാത്തതുപോലെ തന്നെ ഈ അൺഫാത്തമബിൾ റിച്ചസ് എന്താണെന്നുള്ളത് നിത്യതയിൽ നമ്മുടെ അറിവിന്റെ പരിധി മാറുമ്പോഴേ നമുക്ക് ഗ്രഹിക്കാനായിട്ട് കഴിയുള്ളൂ എന്നത് വളരെ പച്ചയായ സത്യമാണ്. അങ്ങനെയെങ്കിൽ പോൾ പ്രാർത്ഥിക്കുകയാണ്. ഇനി നിങ്ങൾ ആ പ്രാർത്ഥനയിലേക്ക് വന്നു നോക്കിയേ. ഇത്രയൊക്കെ ഗ്രഹിക്കാനായിട്ട് കഴിഞ്ഞപ്പം ആ കർത്താരദാസന്റെ ആ പ്രാർത്ഥനാവാചകം, ആ അപ്രമേയ ധനത്തിലേക്കുള്ള ആക്സസും ഒക്കെ കിട്ടിക്കഴിഞ്ഞപ്പം പോൾ പ്രാർത്ഥിക്കുകയാണ്. അത് നിമിത്തം എത്ര അനുഗ്രഹം നോക്കിയാൽ ദാറ്റ് ഈസ് എ പർപ്പസ് ക്ലോസ്. നമ്മൾ വായിക്കുന്നത് ഫോർ ദിസ് റീസൺ എന്ന് പറഞ്ഞാണ് പോൾ മുട്ടുമടക്കുന്നത്. ഫോർ ദിസ് റീസൺ. ഇനിയും
ഞാൻ ഇനി ഇതിനകത്തുനിന്ന്, ഈ പ്രാർത്ഥനയ്ക്കകത്തുനിന്ന് 5 കാര്യം പറയാനായിട്ട് പോവുകയാണ്. 5 കാര്യം പറയാനായിട്ട് പോകുമ്പോൾ ഇംഗ്ലീഷ് ബൈബിൾ ഉപയോഗിക്കുന്നവർക്ക് അതിന്റെ ഔട്ട്ലൈൻ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ ഞാൻ ഒരു എളുപ്പം പറഞ്ഞു തരാം. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ വേദപുസ്തകത്തിനകത്തേക്ക് നോക്കിയേ. മലയാളത്തിൽ നമുക്ക് അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടിയിട്ടില്ല. ഇംഗ്ലീഷിൽ മനോഹരമായിട്ട് ആ ട്രാൻസ്ലേഷൻ ഉണ്ട്. നിങ്ങൾ വേഴ്സ് 16 ആരംഭിക്കുന്നുണ്ടോ ദാറ്റ്, വേഴ്സ് 17 ആരംഭിക്കുന്നുണ്ടോ സോ ദാറ്റ്, വീണ്ടും 17 അതിന്റെ എൻഡിങ് കണ്ടോ ആൻഡ് ദാറ്റ് യു ബീയിങ് റൂട്ടഡ്, സോ ദാറ്റ് യു ബീയിങ് കണ്ടോ, മൂന്നാമത്തെ ഒരു ദാറ്റ് കണ്ടോ. വേഴ്സ് 19 അവസാനം കണ്ടോ ദാറ്റ് യു മേ ബി ഫിൽഡ്. വേഴ്സ് 20 തീരുന്ന കണ്ടോ ദാറ്റ് വർക്ക്സ് വിതിൻ യു. നിങ്ങളൊരു 5 ദാറ്റ് കണ്ടോ. ഈ 5 ദാറ്റാണ് ആ പ്രാർത്ഥനയുടെ പർപ്പസിലേക്ക് വരുന്ന സ്റ്റെപ്പാണ്. ദാറ്റ് 5 റീസൺസ്, ആ 5 that is the 5 reasons to reach the culmination of Paul's desire. മനസ്സിലാവുന്നോ? അതെല്ലാം പറയുമ്പോഴാണ് പറയുന്നത് എന്നാൽ ചോദിക്കുന്നത് നിനക്കുന്നതിലും അത്യന്തപരമായി നമ്മിൽ വ്യാപരിക്കുന്ന അവന്റെ ശക്തിയാൽ ചെയ്യാൻ കഴിയുന്നവന് സഭയിലും ക്രിസ്തുയേശുവിലും എന്നേക്കും മഹത്വം ഉണ്ടാകണം. ഇതാണ് ആ 5 പർപ്പസ് ക്ലോസ്, ആ 5 റീസൺസ് ദാറ്റ് എന്ന് പറഞ്ഞ് ടൈഡ് ചെയ്ത് പോൾ പറഞ്ഞേക്കുകയാണ്. അത് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഉപയോഗിക്കുന്നവർക്ക് വെരി ഈസി ടു അണ്ടർസ്റ്റാൻഡ്. പക്ഷെ അതിനകത്തെ പദങ്ങളൊക്കെ വളരെ വിശദീകരണം വേണ്ട പദമാണ്. ഇതിന്റെ ഓരോ വാക്യങ്ങളും വായിക്കുമ്പോണ്ടല്ലോ ഇതൊരു സീക്വൻസ് ആണ്. എന്ന് പറഞ്ഞാൽ ഒന്നിൽ നിന്നൊന്നിലേക്ക് അങ്ങനെ വെരി കണക്റ്റഡ് ആണ് ഈ പ്രാർത്ഥനാവാചകം. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ പ്രാർത്ഥനയ്ക്ക് ഒരു പേരൂടെ കൊടുക്കാം, എ പ്രയർ ഓഫ് സാന്റിഫിക്കേഷൻ, അല്ലെങ്കിൽ എ പ്രയർ ഫോർ ദ സാന്റിഫിക്കേഷൻ, വിശുദ്ധീകരണത്തിനായിട്ടുള്ള പ്രാർത്ഥന. നോക്കൂ, നമുക്ക് ആ പ്രാർത്ഥനയിലേക്ക് ഒന്ന് കടന്നു വരാം. ശ്രദ്ധയോടെ, ഞാൻ ഇത്രയും ആത്മാർത്ഥമായിട്ടൊക്കെ പറയുന്നില്ല, അന്നേരം നിങ്ങളും വളരെ ഗൗരവമായിട്ട് ശ്രദ്ധിക്കണം, വളരെ സീരിയസ് ആയിട്ട് ശ്രദ്ധിക്കണം. നോക്കൂ, ഞാൻ അതിനകത്തെ ഓരോ വാക്യങ്ങളിലേക്ക് ആ 5 ദാറ്റ് എന്താണെന്ന് പറഞ്ഞ് പെട്ടെന്ന് നിർത്താനായിട്ട് വിൽ ട്രൈ. 14-ാമത്തെ വാക്യം, അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. ഈ വാക്യം നമുക്ക് പരിചയമാണ്, കല്യാണത്തിന് പ്രാർത്ഥിക്കാറുണ്ടല്ലോ. ഇത് വാസ്തവത്തിൽ അങ്ങനെ ഒരു കാര്യം പറയാനായിട്ടല്ല, അങ്ങനെ പറഞ്ഞാലും കുഴപ്പമുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെ ഒരു കാര്യം പറയാനായിട്ടല്ല. വാസ്തവത്തിൽ നമ്മൾ ഹോൾ ബൈബിൾ വായിക്കുമ്പോണ്ടല്ലോ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പ്രാർത്ഥിക്കാനായിട്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ബോഡി പോസ്റ്റർ വേണമെന്നൊരു കമാൻഡ് ഇല്ല, ഒരു അപ്പോസ്റ്റോലിക് കമാൻഡ് ഒരിടത്തും ഇല്ല. ഉണ്ടോ? നമ്മൾ പഴയ നിയമത്തിൽ അബ്രഹാമിനെ പറ്റി വായിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് അതിന്റെ 15-ാമത്തെ അധ്യായത്തിനകത്ത് നമ്മൾ 18-ാം അധ്യായത്തിന്റെ 22 വായിക്കുന്ന ഒരു പ്രയോഗം, അബ്രഹാം സ്റ്റുഡ് ബിഫോർ ദ ലോർഡ് എന്ന് വായിക്കുന്നത്. അബ്രഹാം നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു എന്നാണ് വായിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ക്രോണിക്കിൾ 17:16 വായിക്കുന്നത് ഡേവിഡ് സാറ്റ് ബിഫോർ ദ ലോർഡ് വെൻ ഹി പ്രേയ്ഡ് അബൌട്ട് ദ ഫ്യൂച്ചർ ഓഫ് ഹിസ് കിങ്ഡം എന്നാണ് നമ്മൾ വായിക്കുന്നത്. അബ്രഹാം നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു, ദാവീദ് ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചു. ഗെത്സമന തോട്ടത്തിലെ നമ്മുടെ കർത്താവിന്റെ പ്രാർത്ഥനയെ പറ്റി 2 എഴുത്തുകാരിൽ എഴുതിയേക്കുന്നതിനകത്ത് ഒരാൾ എഴുതി വെച്ചിരിക്കുന്നത് വളരെ മനോഹരമായിട്ടാണ് എഴുതിയേക്കുന്നത്. ഹി ഫെൽ ഓൺ ഹിസ് ഫേസ്, അവിടുന്ന് കവിണ്ണു വീണ് പ്രാർത്ഥിച്ചു എന്നാണ് വായിക്കുന്നത്. നോക്കൂ, അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞതിനകത്ത് നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു, ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചു, കവിണ്ണു വീണു പ്രാർത്ഥിച്ചു, ഇങ്ങനെയൊക്കെ നമുക്ക് റെഫറൻസ് കാണാം. ഇനിയും എസ്രായുടെ പുസ്തകത്തിനകത്ത് ആ ജനത്തിന്റെ പാപം എല്ലാം കൂടെ വളരെ ആ ജനത്തെ വല്ലാതെ ബാധിച്ചു കഴിഞ്ഞപ്പം ഒരു കൺഫെഷൻ നടത്തുമ്പോൾ എസ്ര പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. വളരെ ഡീപ്പായിട്ടൊരു പ്രയർ ആണത്. അവിടെ മലയാളത്തിലെ വാക്ക് സാധാരണ നമ്മുടെ ഒരു നോർമൽ ആയിട്ട് പറഞ്ഞൊരു പദമുണ്ട്, കുത്തിയിരുന്നു എന്നൊരു പ്രയോഗമുണ്ട്. അവിടെ എസ്രായുടെ പ്രാർത്ഥനയെ പറ്റി പറയുകയാണ്, എസ്ര കുത്തിയിരുന്നു പ്രാർത്ഥിച്ചു എന്ന് വായിക്കുന്നുണ്ട്. അതിന്റെ റിയൽ ട്രാൻസ്ലേഷൻ മുട്ടിന്മേൽ ഇരുന്ന് പ്രാർത്ഥിച്ചു എന്നാണ് വായിക്കുന്നത്. ഏലിയാവിനെ പറ്റി നമ്മൾ ആ നിലയിൽ പ്രാർത്ഥിച്ചു എന്ന് വായിക്കുന്നുണ്ട്, മുട്ടിന്മേൽ ഇരുന്ന് പ്രാർത്ഥിച്ചതായിട്ട്. ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവൻ പ്രാർത്ഥിക്കുന്നത് എപ്പോഴും നിന്നുകൊണ്ട് കൈ ഈ ഒരു നിലയിൽ ഉയർത്തിയാണ് ഒരു യഹൂദൻ പ്രാർത്ഥിക്കുന്നത്. ദാനിയേലിന്റെ പ്രാർത്ഥന 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ താന് യെരുശലേമിന് നേരെയുള്ള ആ ഡോറ് തുറന്നിട്ട് മടക്കി പ്രാർത്ഥിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ വായിക്കുന്ന മറ്റൊരു വേദഭാഗം എഫെസ്യ ലേഖനം 20-ാമത്തെ അധ്യായത്തിനകത്ത് പോള് എഫെസോസുകാരിൽ നിന്ന് യാത്ര പറഞ്ഞ് പിരിയുന്ന ഒരു വിടവാങ്ങൽ സന്ദേശം. നിങ്ങൾ ആക്സ് 20 വായിച്ചാൽ മതി.
അത്ര ഡീപ്പായിട്ടുള്ള ഒരു വിടവാങ്ങൽ സന്ദേശം നമ്മൾ തിരുവഴുത്തി കാണുന്നില്ല. അപ്പോൾ അവരോട് പറയും, ഇനി നമ്മൾ മുഖാമുഖം കാണുമോ എന്ന് അറിയുന്നില്ല, ഞാൻ മരിക്കാൻ തയ്യാറായിട്ട് യെരുശലേമിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് നടത്തുന്ന ആ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴുള്ള തന്റെ ആ പ്രഭാഷണാനന്തരം പോള് സഹോദരന്മാരോട് ഒരുമിച്ച് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു, കെട്ടിപ്പിടിച്ച് ചുംബനം നൽകി പിരിഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അതുപോലെ ആക്സ് 21 കടൽക്കരയിൽ വെച്ച് സഹോദരന്മാരെ കണ്ടുമുട്ടി യെരുശലേമിലേക്കുള്ള യാത്രയിൽ അവരോടൊരുമിച്ച് കടൽക്കരയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു എന്ന് വായിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങൾ നോക്കിയേ, നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു, ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ നമ്മൾ കവിണ്ണ് വീണ് പ്രാർത്ഥിച്ച റെഫറൻസ് ഉണ്ട്. നിന്നുകൊണ്ട് യഹൂദന്മാർ ഇന്നും പ്രാർത്ഥിക്കുന്നതിന് നമുക്ക് തെളിവുകളുണ്ട്. എന്നാൽ ഈ പ്രാർത്ഥനകളെ എല്ലാം വെച്ച് നമ്മൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളെ ഒന്ന് എടുത്ത് പഠിച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, ഇന്ന നിലയിലെ ഇരുന്ന് പ്രാർത്ഥിക്കാവുള്ളൂ എന്ന് തിരുവെഴുത്തിനകത്ത് അപ്പോസ്തോലിക് കമാൻഡ് നമുക്ക് നൽകിയിട്ടില്ല. പക്ഷെ ഭക്തന്മാരെല്ലാം ഓരോ നിലയിൽ പ്രാർത്ഥിച്ചതിന്റെ തെളിവുണ്ട്. എന്നാൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ചു, യേശുവും മുട്ടുമടക്കി ഗത്സമനയിൽ പ്രാർത്ഥിച്ചു എന്നാണ് ഒരു ഗോസ്പൽ റൈറ്റർ എഴുതി വെച്ചേക്കുന്നത്. നോക്കൂ, ഈ മുട്ടുമടക്കി പ്രാർത്ഥിച്ച വേദഭാഗങ്ങളെ നമ്മൾ ഒന്ന് എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന 2-3 കാര്യമുണ്ട്. ആ പ്രാർത്ഥനയ്ക്കകത്ത് ഒരു ഡീപ്പ് ഇമോഷൻ ഉണ്ട്. ആ പ്രാർത്ഥനയ്ക്കകത്ത് ഒരു ഡീപ്പ് പാഷൻ ഉണ്ട്. നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചതിനേക്കാളും ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചതിനേക്കാളും മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വാചകങ്ങൾക്കകത്ത് വളരെ വൈകാരികമായ, വേദനാജനകമായ, ഹൃദയം തകരുന്ന, മുട്ടുമടക്കി പ്രാർത്ഥിച്ച കർത്താവിന്റെ ദേഹത്ത് നിന്ന് വിയർപ്പ് രക്തത്തുള്ളികളായി എന്നാണ് വായിക്കുന്നത്. അത്രയ്ക്ക് ഡീപ്പാണ് മുട്ടുമടക്കിയുള്ള പ്രാർത്ഥന. അതുകൊണ്ട് എൻ്റെ ആ വേദപുസ്തകത്തിലെ ആ വായനയിൽ നിന്നുകൊണ്ടൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. വേദപുസ്തക പ്രകാരം ആ നിലയിലുള്ള ഒരു പോസ്റ്റർ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നമ്മൾ അപ്ലൈ ചെയ്താൽ ആ പ്രാർത്ഥന വളരെ ഡീപ്പായിരിക്കും, ഹൈലി ഇമോഷണൽ ആയിരിക്കും എന്ന കാര്യം വേദപുസ്തകത്തിലൂടെ നമുക്ക് ക്ലിയർ ആണ് എന്നൂടെ ഞാൻ ഈ സമയം പറയുകയാണ്. മുട്ടുമടക്കി ആ കർത്താവിന്റെ ദാസൻ കാരാഗ്രഹത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഞാനിപ്പോ ചർച്ചിലെ ഫിലിപ്പ് ലേഖനമാണ് പഠിപ്പിക്കുന്നത്. ഫിലിപ്പ് ലേഖനം 1-ാം അധ്യായത്തിനകത്ത് ആ പെററ്റോറിയൻ ഗാർഡിന്റെ നടുവിൽ പോൾ എങ്ങനെയാണ് വസിച്ചതെന്നൊക്കെ ഞാൻ ഒരു സന്ദേശത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങളിൽ ചിലരെങ്കിലും കേൾക്കുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കും. ചിലരൊക്കെ എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട്. അതിനകത്ത് ഞാൻ ആ കാര്യം പറയുന്നുണ്ട്. മിനിമം ഒരു 4 സോൾജിയേഴ്സിന്റെ നടുവിൽ പോൾ കിടക്കുകയാണ്. അവിടെ നിന്നുകൊണ്ട് ഒരു പരാതിയും ഒരു പരിഭവവും, തന്റെ റിലീസ്മെന്റിനെ പറ്റി യാതൊരു ചിന്തയില്ലാത്ത ഒരു പ്രത്യേകം ദൈവകൃപ ലഭിച്ച ആ ദൈവദാസൻ അവിടെ കടന്നുകൊണ്ട് സർവ്വകുടുംബത്തിനും പേര് വരാൻ കാരണമായവന്റെ സന്നിധിയിൽ മുട്ടുകുത്തി. ആ സർവ്വകുടുംബവും സകല കുടുംബവും എന്ന് പറഞ്ഞേക്കുന്നത് ദാറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് ചർച്ച്. പുതിയ നിയമ സഭയ്ക്ക് പറയാം, അല്ലെങ്കിൽ വിശുദ്ധന്മാർക്ക് പറയാവുന്ന ഒരു പേരാണ്. അതിന് ഒരു റെഫറൻസ് നമുക്ക് 2-ാം അധ്യായത്തിന്റെ 18-ാം അധ്യായത്തിനകത്ത് അങ്ങനെ മനസ്സിലാക്കാവുന്ന ഒരു പ്രയോഗമുണ്ട്. ആ സകല കുടുംബത്തിനും പേര് വരിക എന്നുള്ളതിന് ദ ഹൗസ് ഹോൾഡ് ഓഫ് ഗോഡ് നമ്മൾ വായിക്കുന്നുണ്ട്. ദ ഹൗസ് ഹോൾഡ് ഓഫ് ഗോഡ് 19-ാമത്തെ വാക്യം നിങ്ങൾ കണ്ടോ? ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ എന്നൊരു വാക്യമുണ്ട്. ദൈവത്തിന്റെ ഭവനക്കാർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് ദ ചർച്ച്. അങ്ങനെങ്കിൽ സകല കുടുംബത്തിനും പേര് വരാൻ കാരണമായവന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു എന്ന് പറഞ്ഞാൽ ദൈവസഭയുടെ വിശുദ്ധീകരണത്തിനായിട്ട് യെസ്ര മുട്ടുമടക്കിയതുപോലെ, കർത്താവ് ഗത്സമന തോട്ടത്തിൽ മുട്ടുകുത്തിയതുപോലെ, എഫെസോ സഭയിലും സോറിലെ കടൽ തീരത്ത് മുട്ടുമുടക്കിയതുപോലെ കാരാഗ്രഹത്തിന്റെ നടുവിൽ പോൾ മുട്ടുമടക്കി പ്രാർത്ഥിക്കുകയാണ്. സകല കുടുംബത്തിനും പേര് വരാൻ കാരണമായവന്റെ സന്നിധി എന്ന് പറഞ്ഞാൽ ഹി ഈസ് ദ ക്രിയേറ്റർ, ഹി ഈസ് ദ ഓൺലി ക്രിയേറ്റർ എന്നാണ് അതിന്റെ അർത്ഥം. സകല കുടുംബത്തിനും, അത് പഴയ നിയമ വിശുദ്ധന്മാരെ എടുത്താലും പുതിയ നിയമ വിശുദ്ധന്മാരെ എടുത്താലും, ഹി ഈസ് ദ ക്രിയേറ്റർ. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരൊറ്റ ദൈവം ആയതുകൊണ്ടാണല്ലോ സകല കുടുംബത്തിനും പേര് വരാൻ കാരണമായവന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. നോക്കൂ, അങ്ങനെ മുട്ടുമടക്കി പോൾ പ്രാർത്ഥിക്കുകയാണ്. സഭയുടെ സാന്റിഫിക്കേഷനായിട്ട് പോൾ പ്രാർത്ഥിക്കുകയാണ്. ഇനിയും ഞാൻ ഇങ്ങനെ പറയാം, ദൈവസഭയുടെ വിശുദ്ധീകരണമായിരിക്കണം ഒരു ശുശ്രൂഷകന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം. അദ്ദേഹത്തിന്റെ ശുശ്രൂഷയും അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയും അദ്ദേഹത്തിന്റെ അധ്വാനവും ഓട്ടവും എല്ലാം തന്നെ ദൈവസഭയുടെ ശുദ്ധീകരണമായിരിക്കണം. ആ സന്ദേശങ്ങൾ പറയുന്നില്ലെങ്കിൽ ആ ദൈവദാസൻ അൺഫെയ്ത്ത്ഫുൾ ആണ്. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ ക്ലിയർ ആണ് ആ കാര്യം. അദ്ദേഹത്തിന് ആ ലോക്കൽ സഭയോട് യാതൊരു സ്നേഹവും ഇല്ല എന്നതാണ്. ദൈവസഭയുടെ വിശുദ്ധീകരണമാണ് അൾട്ടിമേറ്റ് ഗോൾ ഓഫ് പോൾസ് പ്രേയർ. അത് മാത്രമല്ല, പോൾ മറ്റ് അധ്വാനം, ഓട്ടം, ഈ കാര്യങ്ങളൊക്കെ പറയുന്നതിനകത്ത് ഈ മീനിങ് ഇൻക്ലൂഡ് ആണ്. അതുകൊണ്ട് നിങ്ങൾ മറന്നു പോകരുത്. നോക്കൂ, അങ്ങനെ ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവസഭയ്ക്ക് വേണ്ടി മുട്ടുമടക്കി പ്രാർത്ഥിച്ചിട്ട്
ആദ്യത്തെ വാചകം ഞാൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ ആദ്യത്തെ വാചകം നോക്കി, ആ സാന്റിഫിക്കേഷൻ സഭയ്ക്ക് അവൈലബിൾ ആണ്, ധൈര്യവും പ്രവേശനവും ദൈവസഭയ്ക്ക് അതിലേക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോള് പ്രാർത്ഥിച്ചു തുടങ്ങുന്ന ആ റിച്ചസിൽ കയറി നിന്നുകൊണ്ടാണ് പോള് പ്രാർത്ഥിക്കുന്നത്. 16-ാമത്തെ വാക്യം ആ റിച്ചസ് നോക്കി. നമ്മൾ പറഞ്ഞു വന്ന റിച്ചസ്, ആ അൺഫാത്തമബിൾ റിച്ചസിനകത്ത് സാന്റിഫിക്കേഷന് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന ഒരു റിച്ചസിന്റെ കാര്യം മാത്രം പറഞ്ഞിട്ട് പോള് തുടങ്ങുകയാണ്. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം, കണ്ടോ, അതായത് വിശുദ്ധീകരണത്തിനായിട്ട് ആ റിച്ചസ് ഓഫ് ഗ്ലോറിക്കകത്തുള്ള കാര്യം അവൈലബിൾ ആയിട്ടുണ്ട്, അതിലേക്ക് ധൈര്യവും പ്രവേശനവും ഉണ്ട്. അത് പറഞ്ഞിട്ട് പോൾ പറയുക, അവന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം. എല്ലാ ആ ഡിപ്പോസിറ്റും അവിടെ ഉണ്ട്. അതിൽ നിന്നുകൊണ്ട് പോള് ആദ്യത്തെ ആ റീസൺ പറയുകയാണ്, that he would grant you according to the riches of his glory. ഒന്നാമത്തെ റിക്വസ്റ്റ്, to be strengthened with power through his spirit in the inner man. അങ്ങനെങ്കിൽ ആ സാന്റിഫിക്കേഷന്റെ പ്രാർത്ഥനയിൽ ഒന്നാമത്തെ പേര് നമുക്ക് കൊടുക്കാം, ഇന്നർ സ്ട്രെങ്ത്. ആ റിച്ചസ് ഓഫ് ഗ്ലോറി നമുക്കിന്ന് അവൈലബിൾ ആയിട്ട് ദൈവം നൽകിയിരിക്കുന്നതും, അതിലേക്ക് നമുക്ക് ധൈര്യവും പ്രവേശനവും ദൈവം നൽകിയിരിക്കുന്നതും, അതിന്റെ പ്രസംഗകരായി നമ്മിൽ ചിലരെ ദൈവം അപ്പോയിന്റ് ചെയ്തിരിക്കുന്നതും ദൈവസഭയിലെ അംഗങ്ങളുടെ ഇന്നർ സ്ട്രെങ്തിന് വേണ്ടിയാണ്. അകത്തെ മനുഷ്യന്റെ മലയാളത്തിലെ പ്രയോഗം കണ്ടോ, അകത്തെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശക്തിയോടെ ബലപ്പെടണം. നമ്മള് പ്രകൃതിയ നമ്മുടെ വീക്ക് ഇന്നർമാനാണ് നമുക്കെല്ലാം. അതുകൊണ്ടാണ് നമ്മൾ ട്രാൻസ്ഗ്രഷൻസിലേക്കും ഫ്രസ്ട്രേഷനിലേക്കും സ്ട്രെയിനിലേക്കും ഡിസപ്പോയിന്റ്മെന്റിലേക്കും ഡിസ്പയറിലേക്കും ഇൻഎഫക്റ്റീവ്നെസ്സിലേക്കും ഒക്കെ പോകാൻ കാര്യം പ്രകൃതിയാ നമ്മുടെ ഇന്നർ മനുഷ്യൻ വീക്കാണ്. രക്ഷയിലേക്ക് വരുമ്പോഴും നമ്മൾ ആ മേഖലയിൽ സ്ട്രോങ് അല്ല എന്ന കാര്യം അറിയാം. പോളിന്റെ ഒന്നാമത്തെ പ്രാർത്ഥന, ആ മഹത്വത്തിന്റെ ആ ധനത്തിനകത്ത് നിന്റെ ആത്മാവിനാൽ ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ സ്ട്രോങ് ആകാനായിട്ടുള്ള എല്ലാ ധനവും അതിനകത്തുണ്ട്. ദൈവമേ, നിന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം ഞങ്ങളുടെ ഇന്നർമാൻ ഒന്ന് സ്ട്രെങ്ത് ആകണമേ. പാപത്തിന്റെ മേൽ പരിപൂർണമായ ഒരു ജയജീവിതം നയിക്കാനായിട്ട് ദൈവസഭയിലെ അംഗങ്ങളുടെ അകത്തേക്ക് നിന്റെ മഹത്വത്തിന്റെ ധനത്തിൽ നിന്ന് നിന്റെ ആത്മാവിനാൽ അവരെ ബലപ്പെടുത്തണമേ. ഇതാണ് ഒന്നാമത്തെ റിക്വസ്റ്റ്. ഇവിടെ ഇരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ആ ധനത്തിന്റെ ആ റിസീവേഴ്സ് എൻഡിൽ നിന്ന് സ്വീകരിക്കാതെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരിഞ്ചു പോലും മുന്നോട്ട് പോകാനായിട്ട് കഴിയുകയില്ല. അങ്ങനെങ്കിൽ ഈ പ്രാർത്ഥന വളരെ അനിവാര്യമാണ്, വളരെ അനിവാര്യമാണ്. മഹത്വത്തിൽ അതെല്ലാം ഉണ്ട് എന്നാണ് പോൾ പ്രാർത്ഥിക്കുന്നത്. നമുക്ക് നമ്മോട് തന്നെ, ഞാൻ അതിന് വിശദീകരണത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു പ്രാർത്ഥനയുടെ ഒരു കാര്യം നമുക്ക് നമ്മോട് തന്നെ ഒന്ന് ചോദിക്കാം. നമ്മുടെ ആ ഇന്നർ മനുഷ്യൻ, അല്ലെങ്കിൽ അവർ മോസ്റ്റ് ഇന്നർ ബീയിങ്, അല്ലെങ്കിൽ അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ് തന്നെയാണോ, ആ സ്ട്രോങ് കൺട്രോളിലാണോ നമ്മുടെ ഇന്നർമാൻ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്? അങ്ങനെ അല്ല എങ്കിൽ അതിന് ഏറ്റക്കുറച്ചിലുകളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാം. നേച്ചറോ നമുക്ക് കാര്യങ്ങൾ അറിയാമല്ലോ. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് ഈ ഇൻഫില്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ആത്മാവിനാൽ നിറയുക എന്ന ആ ഉപദേശത്തിന്റെ ആവശ്യം വരുന്നത്. അവന്റെ മഹത്വത്തിൽ ആത്മനിറവുണ്ട്. ആ ആത്മനിറവിനാൽ നമ്മൾ നിറഞ്ഞു വന്നാൽ മാത്രമേ നമുക്കൊരു സ്ട്രോങ് കണ്ടിന്യൂവൽ ഇൻഫ്ലുവൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് നമ്മുടെ ഇന്നർ മനുഷ്യനിൽ ഉണ്ടാകുകയുള്ളൂ. നോക്കൂ, അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചേ കഴിയുകയുള്ളൂ. ഒന്നാമത്തെ കാര്യം. ഇനിയും അതിനൊരു ആ ഇന്നർ മനുഷ്യൻ ഓരോ ദിവസം കഴിയും തോറും സ്ട്രോങ് ആകണമെന്നാണ് പോൾ പറഞ്ഞു വരുന്നത്. പോൾ കൊരിന്ത്യരോടുള്ള കാര്യങ്ങൾ വായിക്കുമ്പോൾ വളരെ മനോഹരമാണ്. അതിന്റെ കോണ്ടസ്റ്റിൽ ആ കാര്യങ്ങൾ ചിന്തിക്കാൻ ഒത്തിരി ഡീപ്പായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ കൊരിന്ത്യ ലേഖനത്തിനകത്തുണ്ട്. പോൾ പറയുന്നുണ്ട്, ഇങ്ങനെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചാലും ഞങ്ങളുടെ അകമേയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ ബലം പ്രാപിക്കുന്നു. ഒരു ഇൻവേഴ്സ് റിയാലിറ്റി കണ്ടോ?
ആ ഇൻവേഴ്സ് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ പ്രായമാകുന്നതോറും നമുക്കറിയാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പറയാറുണ്ട് 35 വയസ്സായപ്പോൾ തൊട്ട് ആരോഗ്യം ഇച്ചിരി താഴോട്ടാണോ എന്നൊരു സംശയം ഉണ്ടെന്ന്. എന്ന് പറഞ്ഞാൽ ആ ഇൻവേഴ്സ് റിയാലിറ്റി എന്നുള്ളത് വളരെ സത്യമാണ്. പോള് പറയുക ഇങ്ങനെ ഞങ്ങളുടെ പോള് മാത്രമല്ല കേട്ടോ, പോളിന്റെ കൂടെയുള്ള ദൈവമക്കളെ എല്ലാം കൂടെ ഉൾപ്പെടുത്തിയാണ് അദ്ദേഹം പറഞ്ഞത്. ഇങ്ങനെ ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ ഡെയിലി ഡീക്കയിലേക്ക് പുറമേയുള്ള മനുഷ്യൻ ഇങ്ങനെ ഡെയിലി ഡീക്കയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഇൻവേഴ്സ് റിയാലിറ്റി ഉണ്ട്. ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ ഓരോ ദിവസം കഴിയും തോറും ബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നർ സ്ട്രെങ്ത്. മനസ്സിലായെന്ന് വിചാരിച്ചോട്ടെ. അങ്ങനെങ്കിൽ ഇവിടെ ഓരോ ദിവസം പ്രായം കഴിയുമ്പോഴും ഈ ഇൻവേഴ്സ് റിയാലിറ്റി നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഒരു സൈഡ് താഴോട്ട് പോവുകയാണ്, മറു സൈഡ് ബലപ്പെട്ട് വരികയാണ്. അങ്ങനെ ബലപ്പെടാനായിട്ടുള്ള റിച്ചസ് അവന്റെ മഹത്വത്തിനകത്തുണ്ട് എന്ന് പോൾ നമ്മളോട് പ്രബോധിപ്പിക്കുകയും കൂടെയാണ് ആ ഇന്നർ സ്ട്രെങ്ത്. പോള് 2 കൊരിന്ത്യൻസ് 2 കൊരിന്ത്യൻസ് 1:12 തന്റെ ആ ഇന്നർ മനുഷ്യന്റെ സ്ട്രെങ്ത് പറയുന്ന ഒരു വാക്യമുണ്ട്. 2 കൊരിന്ത്യർ 1:12. അവിടെ നമുക്കറിയാവുന്ന വാക്യമാണ്, മറ്റ് പലപ്പോഴും ഒക്കെ നമ്മൾ വായിക്കുന്നതാണ്. ആ വാക്യം ഇങ്ങനെയാണ്, 12ാം വാക്യം: ഞങ്ങൾ ലോകത്തിൽ വിശേഷാൽ നിങ്ങളോട് ജഡജ്ഞാനത്തിലല്ല ദൈവകൃപയിൽ അത്രേ ദൈവം നൽകുന്ന വിശുദ്ധിയിലും നിർമ്മലതയിലും പെരുമാറിയിരിക്കുന്നു എന്ന് ഞങ്ങളുടെ മനസാക്ഷിയുടെ സാക്ഷ്യം തന്നെ ഞങ്ങളുടെ പ്രശംസ. എന്ന് പറഞ്ഞാൽ ആ മനസാക്ഷിയുടെ സാക്ഷ്യം ഞങ്ങളുടെ പ്രശംസ എന്ന് പറഞ്ഞാൽ that verse is showing his inner strength. ഞങ്ങളുടെ മനസാക്ഷിയുടെ സാക്ഷ്യം. ആ റിച്ചസിനകത്തെ അവൈലബിലിറ്റി നല്ലപോലെ പോളിനുണ്ടായിരുന്നു എന്നാണ് മനസാക്ഷിയുടെ. ഒരു സൈഡ് ഡീകെ ആകുമ്പം മറു സൈഡ് പ്രോഗ്രസീവ് ആണ് എന്ന് പോൾ. ഇതിന് എനിക്ക് വിവരിക്കാനായിട്ട് സമയമില്ല. റോമലേഖനം 7ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങൾ, അതിന്റെ 14, 18, 19, 22, 25 ഇത്രയും വാക്യങ്ങൾ വായിച്ചാൽ നമുക്കറിയാം അത് ന്യായപ്രമാണത്തിൽ നിന്നുകൊണ്ട് നീതീകരണത്തിനായിട്ട് അധ്വാനിക്കുന്ന ഒരുവന്റെ വേദനയാണ് ആ വേദഭാഗങ്ങളെങ്കിലും ഈ കോണ്ടസ്റ്റിൽ നമ്മൾ ചിന്തിച്ചാൽ പോള് കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ട്, പക്ഷേ ഇന്നർ മാൻ ഈസ് വെരി വീക്ക്. അതാണ് അതിന്റെ കണ്ടൻസ്. വെരി വീക്കാണെന്ന് പോലും ഇച്ഛിക്കാത്ത തിന്മ ചെയ്യുകയാണ്. അതിന്റെ അവസാന വാക്യം വരുമ്പോൾ എങ്കിലും ഞങ്ങളെ ജയത്തോടെ നടത്തിയ ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞ് പോൾ ഡിലമയിൽ നമ്മളെ വിടുന്നില്ല. 8ാം അധ്യായത്തിനകത്ത് ആത്മാവിനാൽ നമുക്ക് അതിന്റെ മേൽ ജയമുണ്ട് എന്ന് പറഞ്ഞാണ് 8ാം അധ്യായം. എന്നിട്ട് അവിടെ ഒരു വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്: ദൈവത്തിന്റെ ആത്മാവും എന്റെ ആത്മാവും തമ്മിൽ പറയുന്ന ഒരു കാര്യമായിട്ട് അവിടെ പറഞ്ഞേക്കുന്നത് നമ്മൾ ദൈവത്തിന്റെ മക്കൾ എന്ന് സാക്ഷ്യം പറയുന്നു എന്നാണ്. അത് ഞാൻ പണ്ട് ചിന്തിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ ആ ഒരു സൗണ്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കാൻ, ദൈവത്തിന്റെ മക്കളാണ്. പക്ഷെ പിന്നീട് കുറച്ചും കൂടെയും ഞാൻ വേദപുസ്തകം പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത് അങ്ങനെ ഒരു വിസ്പറിംഗ് ഒന്നും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മറിച്ച് അത് നമ്മുടെ ഡെയിലി ലൈഫിലൂടെ മറ്റുള്ളവർക്കും സഭയ്ക്കും മനസ്സിലാവും നമ്മൾ ദൈവമക്കളാണ്. അതാണ് അതിന്റെ അർത്ഥം. തൽക്കാലം ഞാൻ അവിടെ വിടുകയാണ്. പോളിന്റെ ആ പ്രാർത്ഥന കണ്ടോ: ജഡത്തെ അനുസരിച്ചാൽ മരിക്കും, ആത്മാവിനാ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിച്ചാൽ ജീവിക്കും. അങ്ങനെങ്കിൽ ബാറ്റിൽ ഇൻസൈഡ് ആണ് നടക്കുന്നത്. ആ ഇൻസൈഡിൽ ജയിക്കാനായിട്ട് പോൾ പ്രാർത്ഥിക്കുക: നിന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അങ്ങയുടെ ആത്മാവിനാൽ നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. വാസ്തവത്തിൽ സ്പിരിച്വൽ വാർഫെയർ എന്നുള്ളത് ഇതാണ്. ഞാൻ പറഞ്ഞതിന്റെ ആശയം മനസ്സിലായോ? കൊരിന്ത്യർ ലേഖനം 10ാം അധ്യായത്തിൽ പറയുന്ന ആത്മീയ പോരാട്ടം എന്നത് ഈ ഇന്നർ സ്ട്രെങ്തിന് വേണ്ടിയുള്ള അധ്വാനത്തിനാണ് ആത്മീയ പോരാട്ടം എന്ന് വേദപുസ്തകം വിളിക്കുന്നത്. അല്ലാതെ ബോംബെയിലെയോ സിയാറ്റിലെയോ പിശാചിനെ ഓടിച്ചു കളയാൻ അത് പറ്റിയല്ല. അത് കർത്താവ് വരുന്നിടം വരെ അവിടെ ഉണ്ടായിരിക്കും. ആത്മീയ പോരാട്ടം നമ്മുടെ ഇന്നർ സ്ട്രെങ്തും. പോള് പറയുന്ന റോമാലേഖനം 7:8 എടുത്താൽ ആത്മീയ പോരാട്ടം വി ക്യാൻ എക്സ്പ്ലെയിൻ വെരി ക്ലിയർലി. നോക്കൂ, ഞാൻ ആ ഭാവങ്ങളിൽ അവിടെ അങ്ങ് പറഞ്ഞു വിടുകയാണ്. അങ്ങനെങ്കിൽ ഈ ഇന്നർ സ്ട്രെങ്തിന്റെ കീ എന്താ? ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. അതാ ആ റിച്ചസിനകത്ത് അത് ഉണ്ട്. ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. നോക്കൂ, അങ്ങനെയാണെങ്കിൽ എനിക്ക് അടുത്ത 5 സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. ഞാൻ 4 സ്റ്റെപ്പ് പിന്നെ എപ്പോഴും പറയാം. എനിക്ക് അവിടെ വരെ പോകാൻ കഴിയത്തില്ല. നമ്മൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഫിലോമോൻ എവിടെയോ നിർത്തിയായിരുന്നു അല്ലയോ? ഒന്ന് നിങ്ങൾ അതെല്ലാം മറന്നേക്കണം. പിന്നെ അതൊന്നും ഇപ്പൊ ഞാൻ ഓർക്കുന്ന പോലുമില്ല. ഓക്കെ, ശ്രദ്ധിച്ച് ഈ വാക്യങ്ങളിലേക്ക് വന്നിട്ട് ആ ഇന്നർ സ്ട്രെങ്ത് എങ്ങനെ, ഇതിന്റെ പേരാണ് ഇൻഫില്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ആ ആത്മാവിനാൽ ഫിൽ അപ്പ് എന്നൊരു വാക്കല്ല, ഫില്ലിംഗ് ത്രൂ എന്ന് നമ്മൾ പറയത്തില്ലേ, ഫില്ലിംഗ് ത്രൂ. അതാണ് ആത്മനിറവ് എന്ന് പറഞ്ഞത്. ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുക, ആത്മാവിനാൽ നടത്തപ്പെടുക. ലീവ് ഇൻ ദ സ്പിരിറ്റ്, വോക്ക് ഇൻ ദ സ്പിരിറ്റ്. വി ഹാവ് ടു അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ സ്പിരിറ്റ്. അതാണ് അകത്തെ മനുഷ്യന്റെ സ്ട്രെങ്ത്. അപ്പോൾ പ്രാർത്ഥിക്കുക, മുട്ടുകുത്തി
ദൈവസഭയുടെ സാന്റിഫിക്കേഷൻ മാത്രം അകത്ത് കയറിയ ആ ദൈവദാസൻ പറയുക, അങ്ങയുടെ അപ്രമേയ ധനത്തിൽ ഇതെല്ലാം ധാരാളമായിട്ടുണ്ട്. ആ അപ്രമേയ ധനത്തിൽ നിന്നുള്ള കൃപയാണ് ഞങ്ങൾക്ക് ധൈര്യവും പ്രവേശനവും നൽകിയത്. ആ അപ്രമേയ ധനത്തിലെ മഹത്വത്താൽ ഞങ്ങൾക്ക് അനുദിന ജീവിതത്തിൽ ഇന്നർ സ്ട്രെങ്തോടെ നടക്കേണ്ട കാര്യങ്ങളെല്ലാം നൽകുവാൻ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റിസോഴ്സും അവിടെ ഉണ്ട്. അതുകൊണ്ട് പോൾ പ്രാർത്ഥിക്കുക, നിന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം ഞങ്ങളുടെ ഇന്നർ സ്ട്രെങ്തിനാൽ നടത്തണമേ. നിങ്ങള് അങ്ങനെങ്കിൽ ഈ ഇന്നർ സ്ട്രെങ്ത് ഇല്ലാതെ പുറമേ ആത്മീയത കാണിക്കുന്നതിനെയാണ് ബൈബിൾ ഹിപ്പോക്രസി എന്ന് വിളിക്കുന്നത്, അല്ലേ? വെരി പ്ലെയിൻ അല്ലേ? ഇന്നർ സ്ട്രെങ്ത് ഇല്ലാതെ, ഈ അവൈലബിൾ റിച്ചസിൽ നിന്നുള്ള ഇന്നർ സ്ട്രെങ്ത്, തന്റെ മഹത്വത്തിൽ നിന്ന് ലഭിക്കുന്നത് നമ്മിൽ ലഭിക്കാതെ പുറമേ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ ആത്മീയതയല്ല. ദാറ്റ് ഈസ് ഹിപ്പോക്രസി. ഒരു അതിനെ ഒന്നും നമ്മള് മൈൽഡാക്കി പറയണ്ട എന്നതാണ്. മൈൽഡാക്കി പറയണ്ട, ദാറ്റ് ഈസ് ഹിപ്പോക്രസി. നമ്മുടെ അകത്തൊരു സ്ട്രോങ് കണ്ടിന്യൂവൽ കൺട്രോൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഉണ്ടോ എന്ന് പരിശോധിക്കണം. പോൾ പറഞ്ഞ പോലെ പറയാനായിട്ട് കഴിയുമോ? മനസാക്ഷിയുടെ സാക്ഷ്യം ഞങ്ങളുടെ പ്രശംസ, ഇന്നർ സ്ട്രെങ്ത്. ഇൻവേഴ്സ് റിയാലിറ്റി എന്നിൽ നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി നമ്മിൽ നിറയുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. ദൈവത്തിന്റെ ആത്മാവെന്ന് എന്റെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഹിപ്പോക്രറ്റാണ്, നമ്മൾ പരീശന്മാരുടെ ഗണത്തിൽ പെട്ടുപോവുകയാണ്. ഇനിയും ഞാൻ ആ ഭാഗം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ആ ഒന്നാമത്തെ കാര്യം, അങ്ങനെ ഈ 5 കാര്യം, ഞാൻ ആ ഡാറ്റ എന്നുള്ള കാര്യം പറഞ്ഞു തന്നല്ലോ. ഈ 5 കാര്യം അവൈലബിൾ ആണ് കർത്താവിൽ. നമ്മുടെ സാന്റിഫിക്കേഷന് വേണ്ട എല്ലാ കാര്യവും ഇതിനകത്തുണ്ട്, എല്ലാ കാര്യവും. അതിന് ഞാൻ ഇങ്ങനെ അങ്ങ് പറഞ്ഞ് തൽക്കാലം അങ്ങ് പെട്ടെന്ന് പറഞ്ഞ് നിർത്തിപ്പോകാം. നിങ്ങളൊന്ന് ആ വേദഭാഗത്തിലേക്ക് മാത്രം നോക്കി എല്ലാം ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. വേഴ്സ് 16 പറയുന്നത് ഇൻഫില്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആണ്. വേഴ്സ് 17 പറയുന്നത് ഫിൽഡ് വിത്ത് ക്രൈസ്റ്റ് ആണ്. വേഴ്സ് 19 പറയുന്നത് ഫിൽഡ് വിത്ത് ഗോഡ് ആണ്. 3 കാര്യം കിട്ടിയോ? ആത്മാവിനാൽ നിറയുക, ക്രിസ്തുവിനാൽ നിറയുക. 19-ാം വാക്യം ദൈവത്തിന്റെ എല്ലാ നിറവിനാൽ നിറയുക. എന്നിട്ട് അവിടെ പറയുന്നുണ്ട്, നിങ്ങൾ സ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ടവരായി, അതായത് ഇത്രയും നിറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ വി വിൽ മാനിഫെസ്റ്റ് ദ വെർച്യൂ ഓഫ് ക്രൈസ്റ്റ്. അതാണ് സ്നേഹം. നീളം, ആഴം, ഉയരം, വീതി, അതല്ലേ എഫെസ്യർക്ക് തന്നെ വെരി ക്ലിയർ ആണ്. അങ്ങനെ പറഞ്ഞ് താഴോട്ട് വരുമ്പോഴാണ് പോൾ പറയുന്നത്, ഇങ്ങനെയാണെങ്കിലാണ് ആ ഇന്റേണൽ പവർ നമുക്കുണ്ടാകുന്നത്. 20-ാമത്തെ വാക്യം, ദൈവത്താൽ നിറഞ്ഞാൽ, ക്രിസ്തുവിനാൽ നിറഞ്ഞാൽ, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞാൽ, ക്രിസ്തുവിന്റെ സ്വഭാവമായ സ്നേഹം നമ്മൾ മാനിഫെസ്റ്റ് ചെയ്താൽ, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നമ്മിൽ വ്യാപരിക്കാൻ, അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് ഇന്നർ സ്ട്രെങ്ത്, ഇന്റേണൽ പവർ, ഇൻഫിനിറ്റ് ഫുൾനെസ്, ഇന്റേണൽ ഇൻഡ്വെല്ലിംഗ് ഓഫ് ക്രൈസ്റ്റ്, ഇൻകോംപ്രിഹെൻസിബിൾ ലവ്, ഇതെല്ലാം ഇതിനകത്ത്. കർത്താവ് പറയുക, അപ്പോൾ പറയുക, പ്രാർത്ഥിച്ചു നിർത്തുക, ആ അകത്തെ ശക്തിയാൽ ചെയ്യാൻ കഴിയുന്നവന്. ലാസ്റ്റ് വാക്യം അങ്ങനെ, സഭയിലും ക്രിസ്തുയേശുവിലും എന്നേക്കും തലമുറയായും മഹത്വം ഉണ്ടാകട്ടെ, ആമേൻ എന്ന് പറഞ്ഞാൽ, ഒരു ദൈവ പൈതൽ ആത്മീയ വളർച്ചയോടെ, ആത്മനിറവോടെ, ക്രിസ്തു നിറവോടെ, ദൈവത്തിന്റെ എല്ലാ നിറവോടെ, ക്രിസ്തുവിന്റെ സ്നേഹം എന്ന സ്വഭാവം മാനിഫെസ്റ്റ് ചെയ്യുമ്പോഴാണ് ഇന്റേണൽ പവർ നമുക്കുണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടാകുമ്പോൾ മാത്രമേ നമ്മുടെ ലോക്കൽ സഭയിൽ ദൈവത്തിന് മഹത്വം ഉണ്ടാവുകയുള്ളൂ. അതാണ് എൻ്റെ അർത്ഥം. അല്ലെങ്കിൽ വെറും പെർഫോമൻസ് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ലോക്കൽ സഭയിൽ ക്രിസ്തുവിലും മഹത്വം ഉണ്ടാകണമെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. ഈ ദൈവത്തിന് മഹത്വം ഉണ്ടാകാൻ വേണ്ട എല്ലാ റിസോഴ്സും നമുക്ക് നൽകാൻ അവന്റെ അൺഫാത്തമബിൾ റിച്ചസിനകത്ത് എല്ലാ സോഴ്സും ഉണ്ട്. അത് മാത്രമല്ല, അത് ലഭിക്കാനായിട്ട് കൃപയാൽ നമുക്ക് ധൈര്യവും പ്രവേശനവും ഉണ്ട്. അവന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം ആത്മനിറവ് നമുക്ക് നൽകാം. അവന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവിന്റെ നിറവ് നമുക്ക് നൽകാം. അവന്റെ മഹത്വത്തിന്റെ നിറവിനൊത്തവണ്ണം ദൈവത്തിന്റെ എല്ലാ നിറവും നമുക്ക് നൽകാം. ഇന്റേണൽ പവർ നമുക്ക് നൽകാം. അവന്റെ മഹത്വത്തിന്റെ നിറവിനൊത്തവണ്ണം ക്രിസ്തുവിന്റെ വെർച്യൂ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാം. ഇതെല്ലാം ആ റിച്ചസ് ഗ്ലോറിക്കകത്തുണ്ട്. ദാറ്റ് ഈസ് ഓൾ ടുഗദർ അബൌട്ട് ദ സാന്റിഫിക്കേഷൻ. അങ്ങനെയാണെങ്കിൽ സഭയിൽ നാം ഒരുമിച്ച് കൂടുമ്പോൾ, ഈ കൂട്ടായ്മയിൽ നാം ഒരുമിച്ച് കൂടുമ്പോൾ ക്രിസ്തുവേ യേശുവിലും ദൈവത്തിന് മഹത്വം ഉണ്ടാകുന്നു. ദിസ് ഈസ് ദ അൾട്ടിമേറ്റ് പർപ്പസ് ഓഫ് അവർ സാന്റിഫിക്കേഷൻ. ഞാൻ പിന്നീട് എപ്പോഴും ആ 4 കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാം. ദൈവനാമം എപ്പോഴും വാഴ്ത്തപ്പെടട്ടെ. അവന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം സ്തോത്രം. ആ കാര്യം കൂടി ഓർക്കണം. ഞാൻ ഏറ്റവും ചെറിയവനായ എന്നെ
ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെ കുറിച്ച് പ്രസംഗിപ്പാൻ ദൈവം എന്നെ വിളിച്ചു. ഓ ഹല്ലേലൂയ! ആ അപ്രമേയ ധനം, അതിന്റെ അവൈലബിലിറ്റി നമുക്ക് ഇന്ന് ലഭ്യമാണ്, രക്ഷയിലും വിശുദ്ധീകരണത്തിലും ഗ്ലോറിഫിക്കേഷനിലും. എന്നാൽ അതിന്റെ ആ ഫുൾ മെഷർ നമ്മൾ അറിയുന്നത് നമ്മുടെ നാഥന്റെ വരവിങ്കലാണ്. അതിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ കർത്താവിന്റെ പൊന്നുനാമം എപ്പോഴും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. താങ്ക് യു.